ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുന്നതിനിടയിൽ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറങ്ങി. ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നാണ് സമരക്കാരുടെ പ്രതികരണം. ആദ്യഘട്ട വിജയമെന്ന് സമരസമിതി നേതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുമ്പോൾ നിർണായകമായ ഒരു തീരുമാനം വരുന്നുണ്ട്. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇത് നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിജയമായി കണക്കാക്കാമോ? തീർച്ചയായിട്ടും സമരത്തിന് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന 6 ഡിമാൻഡുകളിൽ ഒരു ഡിമാൻഡാണ് നിലവിൽ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ സമരം തുടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആരോഗ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു 10 പിൻവലിക്കാമെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയുള്ള വാർത്താക്കുറിപ്പോ പ്രഖ്യാപനങ്ങളോ അല്ല, ഞങ്ങൾക്ക് ഉത്തരവാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഈ ഉപരോധ സമരത്തിൻ്റെ ഇടയിലാണ് ആ ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു വിജയം തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കാൻ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് 2018 CI2-ൻ്റെ ആഭിമുഖ്യത്തിലാണ്. ആ CI2-ൻ്റെ തീരുമാനത്തെ ഞങ്ങൾ അന്ന് മുതൽ ഇതൊക്കെ സമരം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു തൊഴിലാളി സംഘടന അവകാശപ്പെടുന്നവർ അവർ ജോലി ചെയ്തിട്ട് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ മാനദണ്ഡം ഏർപ്പെടുത്തണമെന്ന് സർക്കാരിനോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതാണ്. വിചിത്രമായ ഒരു കാര്യമാണ് നടന്നത്. അതിനെയാണ് ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു ഉണ്ടായിരുന്നു ഈ ഓണറേറിയം കിട്ടുന്നതായിട്ട്. അത് 10 ജോലിയെ സംബന്ധിച്ച് 10 ക്രൈറ്റീരിയ നിശ്ചയിക്കുകയും ഓരോ വിഭാഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് ഈ ജോലികൾ പലതും പല ആളുകളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആശാവർക്കർമാർ ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാ അടിമകളായിരുന്നാൽ മാത്രമേ ജോലി ചെയ്താൽ പോലും എഴുതുകയുള്ളൂ. ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ച് ജോലി ചെയ്താലും ആ റിവ്യൂ മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ, വീട്ടിലാർക്കെങ്കിലും ഒരു അസുഖം ബാധിച്ച് അല്ലെങ്കിൽ മരണം സംഭവിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതിന് 700 രൂപ കട്ട് ചെയ്യും. ഇതാണ് മാനദണ്ഡം. ഇത്ര ജനാധിപത്യ വിരുദ്ധമായി മാനുഷിക പരിഗണനയില്ലാത്ത മാനദണ്ഡങ്ങളാണ് വെച്ചിരുന്നത്. അതാണ് ഇന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതൊരു വിജയം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുണ്ട്. 232 രൂപ, ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 700 രൂപ, അത് മുൻകാല പ്രാബല്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇനി മുതൽ ഞങ്ങൾക്ക് നൽകിയാൽ മാത്രമേ ഈ സമരത്തിനൊരു അറുതി ഉണ്ടാകൂ. നമുക്കിപ്പോൾ അമൽ തേനംപറമ്പിൽ സമരപ്പന്തലിനുണ്ട്. സമരപ്രഖ്യാപനം നടക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇന്ന്. സർക്കാർ ഈ സമരം പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലും സെക്രട്ടേറിയറ്റ് പിടിക്കലുണ്ടായത്. അമൽ, സമരപ്പന്തലിൽ നിന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വിജയമുണ്ടായി എന്നതിനപ്പുറത്ത് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. എന്താണ് അവരുടെ വാക്കുകളിൽ ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് വിരോധം പുരോഗമിക്കുന്നതിനിടയിൽ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള സർക്കാർ ഉത്തരവിറങ്ങി. ഇത് പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത്? കിട്ടിയിട്ടേ ഇല്ല. 20,000 പോയിട്ട് 10,000 പോലും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ സമരം രാവിലെ മുതൽ തുടങ്ങിയ ഉപരോധ സമരം, ആ ഉപരോധ സമരത്തിന്റെ മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ആശാവർക്കർമാരുടെ വലിയ പങ്കാളിത്തം ഈ സമരത്തിലുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും 2 മണി ആകുന്നു. 2 മണി ആകുമ്പോൾ ആ സമര പ്രഖ്യാപനം നടക്കുകയാണ്. ഇനി തുടർ സമരങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ സമരസമിതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ആ സമരം എന്താണ്, ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഒരു ആലോചന നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സമരസമിതിയുടെ കൺവീനർ സമര പ്രഖ്യാപനം നടത്തുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്റെ മുന്നിലായി കാണുന്ന ആശാവർക്കർമാർ MG റോഡിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലായുള്ള 2 വരിയിലൂടെയും നിറയെ ആളുകളാണ്. ആശാവർക്കർമാരാണ്. അവർ രാവിലെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഇവിടെ ചോറുണ്ട്, വൈകുന്നേരം ഇവിടെ കാപ്പി കുടിച്ച് വൈകുന്നേരം വരെയും ഈ സമരം തുടരും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരം തുടരുന്നതിനിടെയാണ് നമ്മൾ നേരത്തെ കേട്ട ഒരു പ്രതികരണം ഉള്ളത്. അത് ഇവർ നേരത്തെ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ്. ഈ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില മാനദണ്ഡങ്ങൾ, അതായത് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി കൂടി അവർ പിന്നീട് ഇതിന്റെ അവലോകന യോഗത്തിലും മറ്റുമൊക്കെ എത്ര അത്യാവശ്യം വന്നാലും, വീട്ടിലൊരു മരണം വന്നാൽ പോലും അതിന് പോകാതിരുന്നാൽ അവരുടെ ഈ ഓണറേറിയത്തിൽ നിന്നും ഈ പറയുന്ന 700 രൂപ വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് 7,000 രൂപയാണ് ആകെ മാസം കിട്ടുന്നത്. അതിൽ നിന്നും ഇങ്ങനെ വെട്ടിക്കുറവുകൾ കൂടി ഉണ്ടാകുന്നു. 7,000 പൂർണ്ണമായി കിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവരെ സമരത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആ വിഷയത്തിൽ തീരുമാനമാകുന്നില്ല. പെൻഷൻ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു, അതിൽ തീരുമാനമാകുന്നില്ല. ഇവർ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളിലും തീരുമാനമുണ്ടാകും വരെ സമരം തുടരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആവശ്യം അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് സമരസമിതി. പക്ഷേ എങ്കിലും സമരം പിൻവലിക്കില്ല. അതിശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സമരസമിതി പ്രഖ്യാപിക്കുന്നത്. പോസിറ്റീവാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം സ്റ്റെപ്പുകൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പോസിറ്റീവായി സർക്കാർ ആ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. ശ്രീ KP റോസം ആശാപ്രവർത്തകർ നമുക്കിപ്പോൾ ഉണ്ട്.
പി പ്രേമ ആശാ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CITU നമുക്കൊപ്പം ഉണ്ട്. അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ശ്രീമതി KP റോസമ്മ, ഇന്നത്തെ സർക്കാരിന്റെ അനുകൂലമായൊരു സമീപനം, ഇന്നത്തെ സമരം പൊളിക്കാനാകും എന്നൊരു വലിയ പ്രതീക്ഷയായിരുന്നുവല്ലോ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണല്ലോ ക്ലാസ്സിന് വേണ്ടി സാധാരണ നേരത്തെ രാവിലെ സംസാരിച്ച ആലപ്പുഴയിലുള്ള ഒരു ആശാപ്രവർത്തകർ പറയുകയാണ്, സാധാരണ എല്ലാ ദിവസവും എല്ലാ തവണയും എടുക്കുന്ന ക്ലാസ് തന്നെയാണ് വീണ്ടും 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 ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടി എടുക്കുന്നത് എന്ന്. അതൊരു വശം. രണ്ടാമത്തേത് ചിലപ്പോൾ ഒരു ജില്ലയിലായിരിക്കും ഈ ക്ലാസ് നടക്കുക. ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ എല്ലാ ജില്ലയിലും ഒരു ക്യാൻസർ രോഗി ഉൾപ്പെടെയാണ് രാവിലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തുന്ന അവരുടെ പ്രതികരണം കണ്ടതാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ പോലും സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. സമരം പൊളിഞ്ഞു പോകുന്ന ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് എങ്ങനെ സമരം പൊളിഞ്ഞു പോകും എന്നുള്ള യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ യൂണിയനിലെ നേതാക്കന്മാർ, അതായത് ഭരണകക്ഷിയുടെ യൂണിയൻ്റെ നേതാക്കന്മാർ ഓരോ അപമാനങ്ങളും അപഖ്യാതികളും പറയുമ്പോൾ ഞങ്ങൾക്ക് ഊർജം പകർന്നു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ആളിക്കത്തുന്നത് പോലെയായിരുന്നു ഞങ്ങളുടെ ആ വികാരം. ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം അവർ ഈ ഭരണപക്ഷത്തുള്ള CIT യൂണിയൻ പോലെയുള്ള യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഇത്രയേറെ ഞങ്ങൾക്ക് ഊർജം പകർന്നു തന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആശമാരും ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് ദൃഢമായി ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഏത് തരത്തിൽ ശ്രീമതി പി പി പ്രേമ അവർ പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ തന്നെയാണ് ഊർജം പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ എത്രത്തോളം പൊളിക്കാൻ ശ്രമിക്കുന്നോ അതിനേക്കാൾ വലിയ കരുത്തുറ്റ സമരമായി അത് മാറുകയാണ്. വേണമെങ്കിൽ നമുക്ക് കണക്കൊക്കെ വിശദീകരിക്കാം. ഞാൻ പ്രതീക്ഷിച്ച ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രിയുടെ മറ്റൊരു വാർത്താ സമ്മേളനമാണ്. ഞങ്ങൾ ഇന്ന് ക്യാമ്പ് നടത്തി, ഓരോ ജില്ലയിലും ഇത്ര ആശാപ്രവർത്തകർ പങ്കെടുത്തു, ഇത്ര പേർ മാത്രമാണ് സമരത്തിന് നോട്ടീസ് നൽകിയത്, ഇത്ര പേർ മാത്രമാണ് പോയത്. അങ്ങനെ ദുർബലപ്പെടുത്താം എന്ന് കരുതിയ ഒരു സമരം അത് കൂടുതൽ ശക്തിപ്പെടുന്നത് ഇനി പരിശീലന പരിപാടിക്ക് പങ്കെടുത്ത ആളുകളുടെ പ്രതികരണം പോലും സമരത്തിന് അനുകൂലമാണ് എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ ഊർജം പകർന്നത് ഇവർക്ക് ഈ സമരത്തിന് വേണ്ടി? അല്ല, ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരം നടത്തുന്നതിനെ ഞങ്ങൾ എതിർക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ അതിന് ഊർജം പകരുന്ന വിധത്തിൽ അതിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രത്യക്ഷപരമായിട്ടോ പരോക്ഷപരമായിട്ടോ ഇടപെട്ടിട്ടില്ല. ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഇന്നേ വരെ ആശമാർ നടത്തിയിട്ടുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആശമാർ 13,000 ചില്ലാനം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ആശാ വർക്കേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിശ്ചിത ഇൻസെൻറ്റീവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഹോണറേറിയവും ഇൻസെൻറ്റീവും ഉത്സവ ഭത്തയും ഒക്കെ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് CITU സംഘടനയുടെ കീഴിൽ അണിനിരന്നിട്ടുള്ള ആശാ വർക്കേഴ്സിൻ്റെ ശക്തമായ പ്രക്ഷോഭവും CITUവിൻ്റെ ഇടപെടലും സംസ്ഥാന സർക്കാർ മാറി മാറി വരുന്ന LDF സർക്കാരിൻ്റെ ഗുണപരമായ തൊഴിലാളികളോടുള്ള അനുകമ്പയുടെ ഭാഗമായിട്ട് കൂടിയാണ്. ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടനയാണ് CITU. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കേരള സമൂഹത്തിൽ തൊഴിലാളികൾക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പലവിധ സമരങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നീട് കാലം ചില സമരങ്ങളെ തിരുത്തിയെങ്കിലും അത് മറ്റൊരു ഭാഗം, അതിലേക്കല്ല ഞാൻ പോകുന്നത്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു സമരഭരിതമായ കേരളത്തെക്കുറിച്ചാണ് CIT എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യനാകണമെന്നാണ് പറഞ്ഞുകൊണ്ട് ഈ ആശാവർക്കർമാർ പാവം ഇന്നൊരു ക്യാൻസർ രോഗി ആലപ്പുഴയിൽ വന്നത് ബസ്കൂലി പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഈ സമരം പൊളിക്കാനല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമരം പൊളിക്കാനല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരിശീലന പരിപാടി വെച്ചത്? ഇതുവരെ ഇല്ലാത്തൊരു പരിശീലന പരിപാടി സംസ്ഥാന വ്യാപകമായി വെച്ചത്. ഓരോരുത്തരും എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ബസ്കൂലിയൊക്കെ ഉണ്ടാക്കി അവിടെ വന്നിട്ടുണ്ടാവുക. ഈ പരിശീലനം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരം ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുന്നത്. എന്തോ അത് മനസ്സിലാകാത്തോണ്ടായിരിക്കും. അങ്ങ് വിശദീകരിക്കും എന്തിനു വേണ്ടിയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇതുവരെയും ഇല്ലാത്ത തരത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും പരിശീലന പരിപാടി വെച്ചത്? അങ്ങ് വിശദീകരിക്കും. രാവിലത്തെ ആശാവർക്കർമാരുടെ പ്രതികരണം കണ്ടിട്ട് എല്ലാ തവണയുള്ള പരിശീലനം തന്നെയാണ്, അത് അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ഇങ്ങനെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അങ്ങനെ നടത്തുന്നത് ഒരു ദിവസം അങ്ങനെ കേട്ടിട്ടില്ല എന്നൊക്കെയാണ്. അങ്ങ് പറയൂ, ഇന്ന് എത്ര പേർ വണ്ടിക്കൂലി ഇല്ലാതെ ബുദ്ധിമുട്ടി വന്നതാണ് ഈ പരിശീലന പരിപാടിക്ക്? മാർച്ച് 31 ഇടയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാവുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം.
അങ്ങനെ ആശാ വർക്കർമാരുടെ കാര്യത്തിലല്ല, ഇത് പാലിയേറ്റീവ് എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിടപ്പിലായ രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർമാരും പാലിയേറ്റീവ് നഴ്സും പോകുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻറ്റിന് ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ട് എങ്കിൽ അവിടുന്ന് തന്നെ ആ ആപ്പ് വഴി പാലിയേറ്റീവ് നഴ്സിന് ഡോക്ടറെ ബന്ധപ്പെടാനും അതുപോലെ അവർക്ക് ആ പരിചരണം ലഭിക്കാനുമുള്ള ഇടപെടലാണ് ഇന്നത്തെ ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഇപ്പം വന്നൊരു സംവിധാനമാണ്, ഇപ്പം വന്നൊരു ട്രെയിനിങ് ആണ്. അത് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് കൊടുക്കുക? 2-3 ദിവസങ്ങളിലായിട്ട് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഓരോ ജില്ലയ്ക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പറ്റുന്ന സമയം നോക്കി അവരവിടെ വെക്കുന്നു. അതൊന്നും മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ചാൽ അതിലൊന്നും ആരും വീണു പോകുന്നതല്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം പറഞ്ഞു ആശാ വർക്കർമാരുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളതെന്ന്. ഈ സർക്കുലറിന്റെ കോപ്പി മാതൃഭൂമിക്കും ഞങ്ങൾ തന്നതാണ്. കാരണം 2024 ഒക്ടോബർ 16 CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരം നടന്നു സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക്. ആ സമരത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശൈലി ആപ്പ് സർവേക്ക് ഉപകരണങ്ങൾ നൽകണം, അതേപോലെ തന്നെ ഞങ്ങൾക്കതിന് വേതനം നൽകണം. രണ്ടാമത്തത് ആശമാരുടെ ഓണറേറിയത്തിൻ്റെ നിബന്ധന എടുത്തു മാറ്റണം. അതുപോലെ തന്നെ സമയബന്ധിതമായി ആശമാരുടെ ഹോണറേറിയം ലഭിക്കണം. ആശമാരെ സബ് സെന്റർ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി തരണം. JPHന്മാർക്ക് ആശമാരുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് പ്രസ്തുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച ട്രെയിനിങ്ങുകൾ നൽകണം. ഇത്രയും കാര്യങ്ങളായിരുന്നു അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വന്ന ഓണറേറിയത്തിലെ ഇളവ്, ആ മാനദണ്ഡത്തിലെ മാറ്റം, അത് CITUവിന്റെ സമരത്തിന്റെ ഭാഗമായി ലഭിച്ച ആനുകൂല്യം എന്നാണോ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതോ ഇപ്പോഴത്തെ സമരത്തിന്റെ ഭാഗമായി വന്നതല്ല എന്ന് പറയാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളത് പറയാൻ അനുവദിക്കൂ. നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ അനുവദിക്കുന്നില്ല. ആശാ വർക്കർമാർ കഴിഞ്ഞ 36 ദിവസമായി സമരം നടത്തുന്നു. അവരെ പറയാൻ, അവരെ കേൾക്കാൻ ആരാണ് തയ്യാറാകാത്തത്? അവരെ കേൾക്കാൻ ആരാണ് തയ്യാറാവാത്തത്? അവരെ സമരം പൊളിക്കുന്നത് ആരാണ്? അപ്പോൾ അങ്ങ് പറഞ്ഞ CITUവിന്റെ സമരത്തിന്റെ ഭാഗമായി സർക്കാർ നേരത്തെ എടുത്ത തീരുമാനമാണോ ഇപ്പോൾ വന്നത്? അല്ല, CITUവിന്റെ സമരത്തിന്റെ ഭാഗം, അതെ CITUവിന്റെ സമരത്തിന്റെ ഭാഗമായി ഒക്ടോബർ 16 ഡയറക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇരുന്ന് ചർച്ച ചെയ്ത തീരുമാനത്തിന്റെ കോപ്പി ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ശരി, അങ്ങനെയെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഇന്നത്തെ തീരുമാനത്തിൽ ഒരു ക്രെഡിറ്റും ഇല്ല എന്നാണ് CITUവിന്റെ നിലപാട്. നേരത്തെ തന്നെ എടുത്ത തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ സമരം ഉപരോധമൊക്കെ ഇങ്ങനെ വളരെ നല്ല നിലയിൽ MG റോഡിൽ ഉപരോധം പുരോഗമിക്കുന്നിടയിൽ ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്യാപ്സൂൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത് എന്നതൊക്കെ നമുക്ക് വീണ്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ആ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആശാപ്രവർത്തകർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീമതി KP റോസമ്മ, ഈ പറയുന്നത് കേട്ട് കാണുമല്ലോ. നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമായല്ല ഇപ്പോഴത്തെ തീരുമാനം സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്നത്. CITUവിന്റെ ഇടപെടലാണ്. പക്ഷേ CITU നിങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കില്ല. CITU ഇപ്പോൾ നടക്കുന്ന പരിശീലന പരിപാടി അത് മുൻകൂട്ടി വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒന്നാണ് എന്ന നിലപാടിലാണ്. നിങ്ങളുടെ സമരം പൊളിക്കാൻ വേണ്ടിയല്ല അത് ചെയ്തത് എന്നാണ്. അതൊക്കെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ വിശ്വസിക്കാൻ കഴിയുന്നതാണോ? തീർച്ചയായും വിശ്വസിക്കാൻ കഴിയാത്തത് തന്നെയാണ്. കാര്യം കേരളം എന്നല്ല, ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ഈ 36 ദിവസത്തെ ആശമാരുടെ ഡിമാൻഡുകളും സമരങ്ങളും ശരിക്കും പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനിടയിൽ ഈ CITUവിനെ പോലെയുള്ളൊരു സംഘടന സമരവുമായി മുന്നോട്ട് വന്നിട്ടാണ് ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയതെന്ന് പറയാൻ അവർക്ക് നാണമില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരുടെ ഭരണകർത്താക്കളാണ് ഇവിടെയുള്ളത്. അവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവരുടെ മുഖ്യമന്ത്രി, അവരുടെ ധനകാര്യമന്ത്രി, അവരുടെ ആരോഗ്യമന്ത്രി, പിന്നെ എന്തിനാ അവർ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അവർ പറഞ്ഞത് എത്രയാണ്? 10 മാനദണ്ഡങ്ങളിൽ 5 മാനദണ്ഡം എടുത്തു മാറ്റണം എന്നാണ്. ഞങ്ങൾ ആ ചർച്ചയ്ക്കുണ്ടായിരുന്നു ശ്രീ NHM ഓഫീസിൻ്റെ അകത്ത്. അപ്പോഴ് അവർ പറഞ്ഞതാണ്, ആശമാർ പണിയെടുക്കാത്തത് കൊണ്ട് ഞങ്ങളായിട്ട് കൊണ്ടുവന്ന ഡിമാൻഡാണത്. ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ അതിൽ 10 എണ്ണത്തിൽ 5 എണ്ണം മാറ്റിയാൽ മതി എന്ന് ഞാനിരിക്കുന്ന വേദിയിലാണ് NHM ഓഫീസിൽ ഈ ശ്രീമതി PP പ്രേമ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഈ 10 മാനദണ്ഡങ്ങളും വേതനാടിസ്ഥാനത്തിലുള്ളതും മാറ്റിത്തരണം എന്നാണ് പറഞ്ഞത്.
ഈ ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭരണകക്ഷി നിലവിലുള്ളപ്പോൾ ഇവരെന്തിനിവിടെ വന്ന് സമരം ചെയ്യണം? അത് എന്ത് ദുർബലരാണ് ഇവര്? പിന്നെ ഇവരുടെ ഡിമാൻഡിൽ 62 വയസ്സിൽ വെറും കൈയോടെ പറഞ്ഞു വിടുന്ന ഉത്തരവിനെതിരെ ഇവരൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? NHM ഓഫീസ് ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ജോലി വിഭാവനം ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 62 വയസ്സിലെ ഉത്തരവ് 9 മൊഡ്യൂള ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പം 2022 മാർച്ച് 2-നാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇന്ന് വെളുത്തി നേരം വരെ ഈ തൊഴിലാളി സർക്കാരിൻ്റെ ഈ CIT യൂണിയൻ എന്ന് പറയുന്ന സംഘടന 62 വയസ്സിൽ വെറും കൈയോടെ പിരിച്ചുവിടുന്നതിനെ ചൊല്ലി എവിടെയെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? ഞങ്ങളത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉത്തരവ് നിലവിലുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ വെറും മന്ദബുദ്ധികളല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആശമാരാണ്. ഞങ്ങൾ കൃത്യമായിട്ട് NHM ഓഫീസിൽ വിവരാവകാശത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ വിവരാവകാശ പ്രകാരം ഈ ഉത്തരവ് നിലനിൽക്കുന്നുള്ളത് വളരെ സ്പഷ്ടമായി ഉത്തരവ് രേഖാമൂലം തന്നിട്ടുണ്ട്. ഞങ്ങളത് ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീമതി PP പ്രേമ എപ്പോഴും പറയുക, CIT യൂണിയൻ സംഘടനകൾ മുഴുവൻ പറയുക, അന്ന് നിങ്ങൾക്ക് 500 ഉള്ളൂ, അന്ന് നിങ്ങൾക്ക് 500. കുറേ കാലമായില്ലേ ഈ പറച്ചിൽ തുടങ്ങിയിട്ട്. 2008 NHM ഇത് വിഭാവനം ചെയ്യുന്ന സമയത്ത് അന്നത്തെ സാധന വിലകൾ, അന്നത്തെ ശമ്പളമാണോ ഇന്ന് ഇവിടത്തെ ഉദ്യോഗസ്ഥർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? തീർച്ചയായിട്ടും അല്ല. ഇതൊക്കെ കേരളത്തിലുള്ള ശേഷമാണ് PSCയിലൊക്കെ ശമ്പളം കൂട്ടിയത്. അതൊക്കെ കേട്ടില്ലേ? 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കൂടിയത്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ സർക്കാരിന് 100 കോടിയാണ് ബജറ്റിൽ മാറ്റി വച്ചിരിക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്ന് പറയുന്നിടത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ വൈരുദ്ധ്യം. അതെ 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 ഈ CIT യൂണിയന്റെ നേതാക്കന്മാര് ഞങ്ങൾക്കൊരു 232 രൂപയിൽ നിന്നും ഒരല്പം മാറ്റം, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 രൂപ ആവശ്യപ്പെട്ടതാണ് കൂടിപ്പോയത്. ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് എന്താ ഈ CIT യൂണിയന്റെ നേതാക്കന്മാരെ കണ്ണടച്ചിരുട്ടാക്കണോ? ഈ 36 ദിവസം കൊണ്ട് ഫുൾ മാനദണ്ഡങ്ങളെ പിൻവലിച്ചു എന്നൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, 62 വയസ്സിൽ വിരമിക്കൽ ആനുകൂല്യം തരാതെ വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിരിക്കുന്നത് ഈ CIT യൂണിയന്റെ സർക്കാരാണ്. അതെന്താ ഈ CIT യൂണിയന്റെ നേതാക്കന്മാർ മനസ്സിലാകാത്തത്? ഇതെന്ത് ഭാഗത്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? നിങ്ങളുടെ ഭരണകർത്താക്കൾക്ക് എന്താ പ്രശ്നം? എന്താ ഇവർക്കിതൊന്നും കണ്ടില്ല? ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിയാലേ ഈ കണ്ണടയ്ക്കുന്നവർക്ക് മാത്രമേ ഇരുട്ടുള്ളൂ. വെളിച്ചം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഉണ്ടെന്നുള്ള വിവരം ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ വക കാര്യങ്ങളിൽ ഇനിയും പറയാൻ ലജ്ജയില്ലേ? ഇത് മതിയാക്കണം. ഈ വക സംസാരങ്ങൾ നിങ്ങൾ മതിയാക്കണം. കാരണം 26,000 സംതിങ് ആശമാര് ഈ വരാൻ നിങ്ങളെപ്പോലെയുള്ളവരുടെ സമ്മർദ്ദം കാരണം, നിങ്ങളെപ്പോലെ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങളെ വീടുകൾ തോറും കയറി ഇറങ്ങി CIT യൂണിയൻ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നവർ 10-50 മേൽ പ്രായമുള്ളവർക്ക് പേടിയായിട്ടാണ് അവർ കുറെ പേര് ഞങ്ങളുടെ ഇവിടെ വരാത്തത്. മനസ്സുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം തന്നെയാണ്. പരമമായ സത്യമാണ്. ഇന്ന് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ അത്തരം പ്രതികരണങ്ങളാണ് കേട്ടത്. സമരം ശരിയാണ്, അത് ആര് സമരം ചെയ്താലും ഈ സമരം ശരിയാണ്, ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഈ ചെറിയ പൈസയ്ക്ക് ജോലി എടുക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ എന്ന ചോദ്യമാണ് പല ആശമാരും. ഞങ്ങളിങ്ങനെ തിരഞ്ഞു വിളിച്ചാരെങ്കിലും പ്രതികരണം എടുത്തതല്ല. ഞങ്ങളുടെ ലൈവിനിടയിൽ വന്ന പ്രതികരണങ്ങളൊക്കെ അവിടെ പരിശീലന പരിപാടിക്ക് പങ്കെടുക്കുന്ന പല ആളുകളും, ഭൂരിപക്ഷം ആളുകളും ഈ സമരത്തിന് ഒപ്പം തന്നെയാണ്. ഞാൻ CIT യുടെ മറുപടി സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങയുടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ശ്രീമതി KP റോസമ്മ. അതിനു മുമ്പ് ശ്രീ അനിൽ ബോസ്, സ്ത്രീകൾ സംസാരിക്കട്ടെ എന്നതുകൊണ്ടാണ് അല്പനേരം കൂടുതൽ അവരുമായി സംസാരിച്ചത്. ഈ കോൺഗ്രസിന്റെ റോൾ എന്താണ്? ആശാവർക്കർമാരുടെ സമരത്തിൽ കോൺഗ്രസിന്റെ റോൾ എന്താണ്? കോൺഗ്രസ് എന്ത് ചെയ്തു? ഇത്രയും തുച്ഛമായ വേതനം ലഭിക്കുന്ന ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി, സമരത്തിൽ ഇടപെടാൻ വേണ്ടി, ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നിയമസഭയിലെ മനുഷ്യരാകണമെന്ന പാട്ടുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ? നിയമസഭയിൽ മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം റേസ് ചെയ്ത് കൊണ്ടുവന്നത് UDFന്റെ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളല്ലേ? ധനമന്ത്രിയെ കണ്ടു, ശരിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സഹന സമരത്തിൽ INTUസിയുടെ റോൾ എന്താണ്? കോൺഗ്രസിന്റെ റോൾ എന്താണ്? പ്രതിപക്ഷത്തെ കക്ഷികളുടെ റോൾ എന്താണ്? നിങ്ങൾ അവർക്ക് ഒരിറ്റ് വെള്ളമെങ്കിലും കൊടുക്കാൻ അവിടെ പോയി? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്.
അല്ല, അത് ആ സമരം നടത്തുന്ന സംഘടനയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷവും, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ സംഘടനാ നേതാക്കളും എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് അവർ പറയട്ടെ. ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ പിന്തുണ കൊടുത്തു, ഞങ്ങൾ നിയമസഭയിൽ പ്രസംഗിച്ചു, പാർലമെന്റിൽ പ്രസംഗിച്ചു. അധികാര തലങ്ങളിൽ സംസാരിക്കുക എന്നുള്ളതാണ് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഡ്യൂട്ടി. നിയമപരമായ ഇടപെടൽ നടത്താൻ, ഇന്ത്യൻ ഭരണകൂടത്തെ ഇടപെടുത്താൻ മന്ത്രിയെ കാണുക, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ഗോപികൃഷ്ണൻ അഭിപ്രായമുണ്ട്. എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ വളരെ ക്രിട്ടിക്കലായി തന്നെ, വളരെ വിമർശനാത്മകമായി തന്നെ ആ വിഷയത്തെ സമീപിച്ചതാണ്. INTUC വളരെ ശക്തിയുള്ള, കരുത്തുള്ള സംഘടന തന്നെയാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. ആശാ വർക്കർമാർ സമരമിരിക്കുന്നു. അതിൽ എന്ത് റോൾ നിർവഹിച്ചു എന്ന് പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം. പാർലമെന്റിൽ MP-മാർ പോകുന്നു. MP-മാരുടെ കൂട്ടത്തിൽ വളരെ ജനപക്ഷത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലെ MLA-മാരുടെ കൂട്ടത്തിലും അത്തരം ആളുകളുണ്ട്. അതിന് പാർട്ടി ഭേദമൊന്നുമില്ല. സെക്രട്ടേറിയറ്റിനുള്ളിൽ പൊരിവെയിൽ കൊണ്ടിരിക്കുകയല്ലേ 36 ദിവസമായി. ആ നിലയിൽ നിങ്ങൾ ഇടപെട്ടോ എന്നതാണ് എന്റെ ചോദ്യം. പ്രതിപക്ഷ നേതാവ് പോയി, ശശി തരൂർ പോയി, ചില നേതാക്കൾ പോയി, കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ പോയി. എന്റെ ചോദ്യം അതല്ല. അവരവിടെ ഇരിക്കുകയാണ്, അവരുടെ സമരത്തെ പൊളിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ഇടപെട്ടോ എന്നതാണ് സംശയം. അത് അങ്ങനെ ഇടപെട്ടുവെങ്കിൽ അത് പൊതുസമൂഹത്തോട് വിശദീകരിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ, പ്രതിപക്ഷത്തെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും, പാർലമെന്റിനകത്തും പുറത്തും അവർക്ക് മാനസികവും പ്രവൃത്തിപഥത്തിനുമുള്ള പിന്തുണ നൽകുക. ഞങ്ങൾ ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയില്ലേ? ഞാനതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ഞങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പിന്തുണ നൽകിയില്ല, അല്ലെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുന്നില്ല എന്ന അഭിപ്രായം ഉണ്ടെന്ന് ആ സമര സംബന്ധിച്ച നേതാക്കൾ പറയട്ടെ. അവർ പറയട്ടെ. സമരം അങ്ങനെ ഒരു വിമർശനം അവർ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഈ പ്രഖ്യാപനത്തിനപ്പുറത്തെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന എന്റെ വ്യക്തിപരമായ ചോദ്യം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങേക്കത് ഈർഷ്യ ഉണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എന്റെ വ്യക്തിപരമായ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ എന്റെ വ്യക്തിപരമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഏത് അർത്ഥത്തിൽ, എത്രത്തോളം ആത്മാർത്ഥമായി? ചില നേതാക്കളൊക്കെ പോയെങ്കിലും എത്ര ആത്മാർത്ഥമായി ഇങ്ങനെ ഒരു വിഷയത്തിൽ വഴി 100, 200, 230 രൂപയ്ക്ക് ഒരു ദിവസം ജീവിക്കുക എന്നൊക്കെ പറയുന്ന വല്ലാത്ത ഗതികേടിൽ മഴ പെയ്യുമ്പോൾ സമരം ചെയ്യാൻ ഒരു ടാർപ്പ കെട്ടാൻ കഴിയാതെ വെയിൽ കൊണ്ടും മഴയേറ്റവർ 36 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഫുൾ ടൈം അവിടെ വേണ്ടേ? അങ്ങനെ ഞാൻ വ്യക്തിപരമായല്ല ചോദിക്കുന്നത്. പ്രതിപക്ഷമൊക്കെ അവിടെ ഇറങ്ങി നിൽക്കണ്ടേ? അല്ലെ, ഗോപികൃഷ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത്? 9 വർഷമായി കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഓർമ്മക്കുറവ് വല്ലതും ഉണ്ടോ? ഇന്ത്യയിൽ 10 വർഷമായി അധികാരത്തിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രതിപക്ഷ പാർട്ടികളെന്നും വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പിണറായി വിജയന്റെ തലയടിച്ചു പൊട്ടിക്കണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിയമപരമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സമരം നടക്കുമ്പോൾ അത് ഒരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയിൽ ആശാ വർക്കർമാരെ സഹോദര സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവരുടെ നിലപാടുകൾ ശരിയാണെന്ന ഉത്തമ ബോധ്യത്തിൽ ശരി, ഞാൻ അങ്ങനെ ഒന്ന് പ്രകോപിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. ആ വിഷയം വിടും. നമ്മൾ തമ്മിൽ അങ്ങനെ വ്യക്തിപരമായ ഒരു തർക്കം കൊണ്ടതിൽ കാര്യമില്ല. എന്റെ വ്യക്തിപരമായ ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചു. അങ്ങ് അതിന് അങ്ങനെയല്ല എന്ന് മറുപടി. ശരി, ആശമാരുടെ വിഷയത്തിലേക്ക് തന്നെ വരൂ. ഏത് നിലയിലാണ് ഇവർക്കൊരു നീതി ഉണ്ടാവുക? സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതിക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോവും? ഈ സമരം ഇങ്ങനെ എത്ര നാൾ തുടരാൻ കഴിയും? ഞാൻ ഗോപികൃഷ്ണ, ഇത് സമരം തുടങ്ങിയിട്ട് 36 ദിവസമായി. രതീഷ് അനിരുദ്ധൻ, അങ്ങേക്ക് പേര് മാറിപ്പോയതാണ്. അത് വിടും. വിഷയത്തിലേക്ക് വരൂ. എത്ര നാൾ ഈ സമരം ഇങ്ങനെ തുടരാൻ കഴിയും? ഇവർ അറിയാമല്ലോ, വളരെ പരിമിതമായ ഇന്ന് പൊതിച്ചോറും കെട്ടിയാണ് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ആ പൊരിവെയിലത്ത് MG റോഡിൽ സമരം ഇരിക്കുന്നത്. എത്ര നാൾ ഇവർക്ക് ഇങ്ങനെ സമരം ചെയ്യാൻ കഴിയും? സംഘടിതമായ ട്രേഡ് യൂണിയനുകൾക്കെതിരെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. സംഘടനമായ സർക്കാർ സംവിധാനത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയും. നിങ്ങൾ എന്ത് പിന്തുണ നൽകും? ഇനി എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുക? അവർക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്, കോൺഗ്രസിന്? എന്നോടാണോ ചോദ്യം? അതെ, അങ്ങയോട് തന്നെയാണ്. അല്ല, അതിനു മുമ്പ് എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അതിനു മുമ്പ് എനിക്ക് എന്തോ പേര് തെറ്റിയെന്ന് പറഞ്ഞു, എനിക്ക് കേട്ടില്ല. അല്ല, എന്റെ പേര് വിളിച്ചത് തെറ്റി എന്നുള്ളതാണ്. അത് എന്തോ ആകട്ടെ, വിഷയത്തിലേക്ക് വരും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അല്ല, ഐ എം സോറി, ഞാൻ കാണുന്നില്ലല്ലോ ആരാ ചർച്ച. അല്ല, കുഴപ്പമില്ല. ഈ വിഷയത്തിലേക്ക് വരും. നമ്മൾ അനാവശ്യമായി എന്റെ വ്യക്തിപരമായ ചോദ്യത്തിൽ കുടുങ്ങി ഈ സമയം ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ സമയം കളയേണ്ടതില്ല. ഈ സമരം നീതി കിട്ടുന്ന ഒന്നാകും. ഇത് എത്ര കാലം ഇവർക്ക് തുടരാൻ കഴിയും? അവരുടെ പരിമിതികളൊക്കെ അറിയാമല്ലോ. എന്ത് ചെയ്യാനാകും കേരളത്തിലെ പ്രതിപക്ഷത്തിന്? അതാണ് എന്റെ ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയാം. നിങ്ങൾ ചുമ്മാ ആക്ഷേപിച്ചിട്ട് പോകല്ലേ.
ഒരു ചർച്ചയിൽ നിങ്ങളുടെ ബ്യൂറോ ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിങ്ങൾ വിളിച്ചപ്പോൾ ഓൺലൈനിൽ ചർച്ചയിൽ കയറിയിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നുകിൽ പറയണം. അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ല, ഞാനത് പറഞ്ഞില്ല, വ്യക്തിപരമായല്ല. എന്നെ അവതരിപ്പിക്കുമല്ലോ. അല്ലല്ല, അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമരം എല്ലാ ദിവസവും കണ്ട് അതിന് മുന്നിലൂടെ വാഹനം ഓടിച്ചു വരുന്ന ആൾ എന്ന നിലയിൽ അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ വ്യക്തിപരമായി ചോദിച്ചതാണ് എത്രത്തോളം ആത്മാർത്ഥമായി ഇടപെടാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞു എന്റെ സന്ദേഹമാണ്. അല്ലാതെ അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിച്ചത് പറയരുത്. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തിന് മാധ്യമ പ്രവർത്തകർ ചില ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ സമരത്തിന്റെ പന്തലിലൂടെ മുന്നോട്ട് എല്ലാ ദിവസവും ഓടിച്ചു പോകുന്ന താങ്കൾ എന്താ ഈ സമരത്തിന് വേണ്ടി ചെയ്തത്? താങ്കൾ എന്താ ഈ സമരത്തിന് വേണ്ടി? താങ്കൾ ശമ്പളം പറ്റുന്ന ജോലിയിൽ ഇരുന്നോട്ട് ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തു എന്നല്ലാതെ എന്റെ ശബ്ദവും എന്റെ ബോധവുമാണ് എന്റെ അധ്വാനം. ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ എന്റെ ശബ്ദവും എന്റെ ബോധവുമാണ് എന്റെ അധ്വാനം. അങ്ങനെ ആക്ഷേപിച്ചു പോകരുത്. താങ്കളുടെ ശബ്ദത്തിന് താങ്കൾ മൂല്യം കൽപ്പിക്കുന്നതിനേക്കാൾ ബോധ്യമുണ്ടെന്നാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദത്തിന്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് അവിടെ പോയി, ശശി തരൂർ പോയി, ബെന്നി ബെഹനാൻ പോയി. എന്റെ ചോദ്യം അത് മാത്രം മതിയോ എന്നതാണ്. അത്രയും മതിയോ? പ്രതിപക്ഷം അത്രയും ചെയ്താൽ മതിയോ എന്നതാണ് എന്റെ ചോദ്യം. അല്ലാതെ പ്രതിപക്ഷത്തെ ആകെ അവമാനിക്കുന്നതല്ല. അത്രയും ചെയ്താൽ മതിയോ? അത്രയും ചെയ്താൽ മതിയോ? സമരത്തിന് വരാൻ ബസ് കൂലിയില്ലാത്ത ആളുകളാണ് പ്രതിപക്ഷം. അങ്ങനെ ഇരുന്നാൽ മതിയോ? ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതിയോ? ഇടയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ പോയി എന്നുകൊണ്ട് നിങ്ങൾക്ക് ആ സമരം ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ഇങ്ങനെ എത്ര കാലം ഈ സമരം തുടരാൻ കഴിയും? അല്ല, താങ്കൾ ആ സമരത്തിന് മുന്നിലൂടെ വാഹനം അടിച്ചു പോയിട്ട് താങ്കളുടെ ശബ്ദവും ഊർജവും ചെലവഴിച്ചാൽ ഈ സമരത്തിന് പിന്തുണയാകുമോ? താങ്കൾ ശമ്പളം പറ്റുന്ന ജോലിയിൽ ഇരുന്നുകൊണ്ട് താങ്കളുടെ ജോലി മാത്രമാണ് താങ്കൾ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ശമ്പളം പറ്റുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള, ഓണറേറിയം പറ്റുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പ്രതിപക്ഷത്തെ നേതാക്കളും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ഈ സമരത്തോടൊപ്പമാണ് 100% ആത്മാർത്ഥമായി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? താങ്കളുടെ ശബ്ദത്തെക്കാൾ 10,000 ഇരട്ടി പവർ ഉണ്ടെന്ന് കേരളത്തിലെ MLA-മാരുടെയും MP-മാരുടെയും ശബ്ദത്തിന്, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ശബ്ദത്തിന്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദത്തിന്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചു പോകല്. നിങ്ങൾ ഈ സർക്കാരിനെതിരെ വിമർശിക്കുന്നു. 36 ദിവസമായി സമരം ചെയ്യുന്ന വെയിൽ കൊള്ളുന്ന ആളുകളോട് അനുഭാവപൂർണ്ണമുള്ള ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ വിരച്ചുണ്ട്, ആരോഗ്യമന്ത്രിക്കെതിരെ നിങ്ങൾ വിരച്ചുണ്ട്, അതിന് ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ നിങ്ങൾ വിരച്ചുണ്ട്. അല്ലെ, പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? പ്രതിപക്ഷം സഭയ്ക്കകത്ത് വിഷയം ഉയർത്തിക്കൊണ്ട് വരണം, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടുവരണം, ആ സമരപ്പന്തലിൽ പോകണം, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കേരളത്തിലെ പൊതുമനസ് സമരത്തിനൊപ്പമാണ്. താങ്കൾ ആ വാഹനത്തിന്റെ മുന്നിലൂടെ, അല്ലെ സമരത്തിന് മുന്നിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോയിട്ട് എത്തി നോക്കിയിട്ട് പോയിട്ട് താങ്കൾ ശമ്പളം പറ്റിക്കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ശമ്പളം പറ്റുന്ന ജോലികളൊക്കെ അങ്ങ് നിരോധിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു പോകാനാണെങ്കിൽ നമുക്ക് അങ്ങനെ വ്യക്തിപരമായി തന്നെ സംസാരിക്കാം. അല്ല, വ്യക്തിപരമായി പറഞ്ഞു പോകാനാണെങ്കിൽ ഞാൻ ആദ്യമേ ആമുഖമായി പറഞ്ഞത് വ്യക്തിപരമായല്ല, എന്റെ ചോദ്യം എന്ന നിലയിൽ, എന്റെ ആശങ്ക എന്ന നിലയിൽ ചോദിച്ചതാണ്. അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു പോകാനാണെങ്കിൽ വ്യക്തിപരമായി തന്നെ പറഞ്ഞു പോകാം. അതിലൊന്നും എനിക്കും മടിയില്ല. പക്ഷെ അതിനെ ഈ ആശാവർക്കർമാരുടെ സമരത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ആശാവർക്കർമാരുടെ സമരത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്, വിഷയം മാറിപ്പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ തർക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. തിരികെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആശാവർക്കർമാരുടെ സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീമതി PP പ്രേമ നേരത്തെ കോൺഗ്രസ് നേതാവ് അദ്ദേഹം അല്പം വ്യക്തിപരമായി എടുത്തു എന്ന് തോന്നുന്നു. ഞാനത് പൊതുവിൽ പറഞ്ഞത്, ആശാവർക്കർമാർ ഇത്ര ദുരിതത്തിൽ സമരം ചെയ്യുന്നതിനിടയിൽ എല്ലാവരുടെയും പിന്തുണ, പ്രതിപക്ഷത്തിലേക്ക് പിന്തുണ വേണ്ട തരത്തിൽ ആ സമരത്തിന് കിട്ടുന്നുണ്ടോ എന്ന എൻ്റെ ആശങ്ക പറഞ്ഞപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ച് ഇടവേളയിലേക്ക് പോയത്. പക്ഷേ CATUവിനെതിരെ നേരത്തെ സമരം ചെയ്യുന്ന KP റോസമ്മ, ആശാപ്രവർത്തക സെക്രട്ടറിന് മുന്നിൽ ആ സമരപ്പന്തലിൽ സംസാരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആശാവർക്കർമാർ പൊതുവിൽ അനുഭവിക്കുന്ന, നേരത്തെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വാഗ്ദാനം നടപ്പാക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സമരത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നിരവധി ആരോപണങ്ങൾ CATUവിനെതിരെ, താങ്കൾക്കെതിരെ വ്യക്തിപരമായി ഒക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്താണ്? മറുപടി പറയാൻ സമയം തരണം, ആദ്യം അത് ആവശ്യപ്പെടുകയാണ്. പറയൂ. ആശാവർക്കർമാരുടെ ഈ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് റോസമ്മ പറഞ്ഞത് വളരെ സന്തോഷം. കാരണം അങ്ങനെ ഒരു ചർച്ച നടന്നിക്കുന്നുള്ളതിന് തെളിവ് അദ്ദേഹം തന്നെ കൊടുത്തു കഴിഞ്ഞു. ആ ചർച്ചയിൽ നടന്നിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്ന സർക്കുലർ. ആ സർക്കുലർ സത്യസന്ധമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് റോസമ്മ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മറ്റൊന്നുള്ളത്, ഇവിടെ 62 പ്രായപരിധി നിശ്ചയിക്കുന്ന സമയത്ത് CITUവിൻ്റെ തൊഴിലാളി സംഘടന ഇടപെട്ടില്ല എന്നുള്ളതാണ് റോസമ്മ പരാമർശിച്ച ഒരു വിഷയം. ഈ വിഷയം ജില്ലകളിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത സമയത്ത് അതാത് ജില്ലകളിൽ നിന്ന്
62 വയസ്സായവരോട് സർട്ടിഫിക്കറ്റും കൊണ്ട് ഹാജരാകാൻ വേണ്ടി അറിയിച്ച സമയത്ത് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU മന്ത്രിയുമായി ബന്ധപ്പെടുകയും അത് കൃത്യസമയത്ത് വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ നടക്കാത്തത് കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുകയും അതിൻ്റെ അനുരഞ്ജന ചർച്ചയിൽ വെച്ച് മന്ത്രി തന്നെ പറഞ്ഞു ഇപ്പം ഈ സർക്കുലർ നടപ്പാക്കേണ്ടതില്ല, കാരണം ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത്രയും കാലം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച് ഇവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് വെറും കൈയോടെ വിടാൻ വേണ്ടി പറ്റില്ല. അത് ഏത് സംവിധാനത്തിലൂടെ നമ്മൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയും DHS ഒക്കെ ആയിട്ട് ആലോചിച്ച് ഏത് സംവിധാനത്തിലൂടെ ഇവർക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ട് പിരിഞ്ഞു പോകാൻ വേണ്ടി പറ്റും എന്ന് പരിശോധിച്ചിട്ട് നടപ്പാക്കിയാൽ മതി എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സർക്കുലർ മാറ്റിവെച്ചത്. മറ്റൊരു സുപ്രഭാതത്തിൽ 36 ദിവസത്തെ ഞാൻ പറയുന്ന CITU ഒക്കെ സമരം ചെയ്യുമ്പോൾ അതിന് സംഘടിത സ്വഭാവമുണ്ട്. ആളുകളെ കൊണ്ടുവരാൻ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, നേതൃത്വം നൽകാൻ നേതാക്കളുണ്ടാകും, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ സംവിധാനം ഉണ്ടാകും. ആ വീട്ടിൽ നിന്ന് പൊതുച്ചോറും കെട്ടിവെന്നാണ് സെക്രട്ടറിയുടെ മുമ്പിൽ സമരത്തിനിരിക്കുന്നത്. ഇനി എത്ര ദിവസം കാത്തിരിക്കണം? നീതി ഉണ്ടാകുമോ? CITU ഇടപെടാൻ കഴിയുമോ? നിങ്ങൾ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പറഞ്ഞോളൂ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അവർ നീതി പ്രതീക്ഷിക്കണോ? എത്ര ദിവസം കാത്തിരിക്കും? CITU ഇടപെടുമോ? നിങ്ങൾ ഉടക്കേണ്ടി വന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞങ്ങൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ സംസാരിക്കില്ല. ഞങ്ങൾ ഞങ്ങളതായ നിലപാടിലാണ് സംസാരിക്കുക. CITU ഇടപെടുമോ? ഈ സമരത്തിന് എത്ര നാൾ ഇവർ കാത്തിരിക്കണം? വിഷയങ്ങൾ ഉണ്ടായിട്ട് അല്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് CITU ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആരിടപെട്ടിട്ടാണ് ഇപ്പൊ ഈ നിബന്ധന എടുത്തു മാറ്റിയിട്ടുള്ളത്? ഞങ്ങൾ 5 നിബന്ധന വെച്ച് നടപ്പാക്കണം എന്നല്ല പറഞ്ഞത്. അനുരഞ്ജന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് ജനുവരിയിലെ ഹോണറേറിയം ഈ മാസം തന്നെ അടിക്കുകയാണെങ്കിൽ തൽക്കാലം 5 നിബന്ധന വെച്ച് അടിക്കും. അല്ല, ഈ മാസം കഴിഞ്ഞിട്ടാണ് അടിക്കുന്നതെങ്കിൽ ഞങ്ങൾ 15 ദിവസത്തിനുള്ളിൽ ഈ ഗവൺമെന്റുമായിട്ട് ഈ സംഭവം ചർച്ച ചെയ്ത് ഈ നിബന്ധന എടുത്തു മാറ്റുന്നതിൻ്റെ രേഖ കൊടുത്ത് അനുമതി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പൂർണ്ണമായും ഈ നിബന്ധന എടുത്തു മാറ്റും. അതാണ് ഇപ്പം നടപ്പായിട്ടുള്ളത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്ന് സമരത്തിലിരുന്ന് 10 ദിവസം കഴിയുമ്പോഴേക്ക് നടപ്പാക്കാൻ കഴിയുന്നതല്ലല്ലോ ഇത്. ഗവൺമെന്റിന്റെ ഇതൊക്കെ പോയി പാസ്സായി വരേണ്ടതാണല്ലോ. മറ്റൊരു കാര്യം, ഇവിടെ റോസമ്മ വിമർശനം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നു റോസമ്മയൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 14 മാസക്കാലം ഈ ആശാ വർക്കർമാർക്ക് ഹോണറേറിയവും ഇൻസെന്റീവും നൽകാതെ പ്രവർത്തിപ്പിച്ചിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാവാം റോസമ്മ സമരത്തിലേക്ക് വരാതിരുന്നത്, അവരുടെ സംഘടന സമരത്തിലേക്ക് വരാതിരുന്നത്. റോസമ്മ ചോദിച്ചു, ഇപ്പം എന്തുകൊണ്ടാണ് CITUവിന്റെ തൊഴിലാളികൾക്ക് വരെ സമരം നടത്തേണ്ടി വരുന്നത് എന്ന്. CITUവിന്റെ രീതി റോസമ്മയ്ക്ക് അറിയായിട്ടാ. തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത്, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സമയത്ത് ഏത് ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു എന്ന് നോക്കിയല്ല CITU സംഘടന ഇടപെടാറ്. CITUവിന്റെ രീതി റോസമ്മയ്ക്ക് അറിയില്ല. റോസമ്മേന്റെ സംഘടനേന്റെ രീതി അറിയൂ. ഈ റോസമ്മേന്റെ സംഘടന തന്നെ എന്നാ അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്? ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങിയെടുത്തതിന് ശേഷമല്ലേ. ഇവിടെ ഒരു നയാ പൈസ ഹോണറേറിയല്ലായിരുന്നു. ഇൻസെന്റീവ് നിശ്ചിത ഇൻസെന്റീവ് മാത്രമായിരുന്നു. VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഹോണറേറിയം ആദ്യമായി നീക്കി വെച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് 14 മാസക്കാലം തരാതിരുന്നു. 5 വർഷം കൊണ്ട് 700 രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് 1ാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ആശമാർക്കൊരു ആശ്വാസമായത്. അതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു? ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ആശമാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഈ ശൈലി ആപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ലെപ്രസിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, TB സർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ ഹോണറേറിയം 21,000 ആക്കി വർദ്ധിപ്പിക്കണം എന്ന് സമരം ചെയ്യുന്ന ആളുകൾ, ഈ തൊഴിലാളികൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ട്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കണ്ടില്ലല്ലോ. നല്ല സമയമെടുത്ത് തന്നെ അങ്ങ് വിശദീകരിച്ചു എന്ന് തോന്നുന്നു. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. ശ്രീ KP റോസമ്മ, മറുപടി ഉണ്ടെങ്കിൽ അതുകൂടി. ഇല്ല, ഈ ആരോഗ്യമന്ത്രി സംസാരിച്ചാലും CIT യൂണിയൻ നേതാക്കന്മാർ സംസാരിച്ചാലും കാലങ്ങൾക്ക് പിറകെയാണ് അവർ പോകുന്നത്. 2008, 2009, 2010 ഇങ്ങനെയുള്ള കഥകൾ പറയാൻ നാണമില്ലേ ഇനിയും? നിങ്ങൾ ഈ വർത്തമാന കാലത്തിലേക്ക് പോകും, പഴയ കാലത്തിലേക്ക് കടന്നു പോയിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ
ഇത് കേൾക്കുന്നവരെല്ലാം മന്ദബുദ്ധികളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ചോദിക്കുന്നു ഈ 2010-ന്റെ കാര്യം പറയണ്ട, 2010-ന്റെയും 2020-ന്റെയും കാര്യം പറയണ്ട, 2025-ലെ കാര്യം പറ. ഞാൻ നിന്റെ സമയത്ത് സംസാരിച്ചില്ലല്ലോ, ഇയാള് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ സംസാരിച്ചോ? ഞാൻ മുഴുവൻ പറ്റത്തില്ല. എന്റെ സമയത്ത് സംസാരിക്കുന്ന എന്തിനാണ്? ഞാനല്ലേ ഉത്തരം പറയാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് നിങ്ങളെ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മര്യാദയല്ല. ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മര്യാദയല്ല. എന്റെ സമയത്ത് സംസാരിക്കുന്നത് എന്തിനാണ്? എന്റെ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഇത് വർക്കർമാർക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ സമയത്തും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചർച്ചയ്ക്കില്ല. അതിക്രമിച്ച് കിടക്കുന്ന എന്തിനാണ്? ആശാ വർക്കർമാരെ ഇത് കൃത്യമായിട്ട് എന്റെ സമയത്ത് അവർ കൈകാര്യം ചെയ്യുന്ന എന്തിനാണ്? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ഈ ബഹുമാനപ്പെട്ട യൂണിയൻ മാത്രമേ പറയാനുള്ളൂ. പ്രവർത്തിക്കുന്നത് ഏത് സംഘടനയാണ് അവർക്കെതിരായിട്ട് ഇത് വ്യക്തമായി ഇതെന്തിനിങ്ങനെ സംസാരിക്കുന്നത്? ഈ ചർച്ചയിൽ നിന്ന് ഞാൻ എണീറ്റ് പോവുകയാണ്. ഈ ചർച്ച ഞാൻ മതിയാക്കും. ഇത് എന്തിനാ ഞങ്ങളുടെ സമയം അതിക്രമിച്ച് കടന്ന് സംസാരിക്കുന്നത്? ഇവർ ഈ പഴയ പഴങ്കഥ പറയാനേ ഇവർക്ക് അറിയാവുള്ള. ഈ 2000 കഴിഞ്ഞ കാലഘട്ടങ്ങളില് ഞങ്ങൾക്ക് വെറും 3 ജോലിയേ ഉള്ളൂ. ഇന്ന് 45-ൽ പരം ജോലിയുണ്ട്. ഇന്ന് ഞങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യുവാണ്. അന്നൊക്കെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലി ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതി. ഇഷ്ടമുള്ള സമയം കൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയാൽ മതി. ഇന്ന് അങ്ങനെയല്ല. 45-ൽ പരം ജോലികളാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ 36 ദിവസം ഈ പ്രേമ പറയുന്നുണ്ടല്ലോ, CIT യൂണിയൻ നേതാവ് പറയുന്നുണ്ടല്ലോ, ഈ 5 നിബന്ധന എടുത്തു മാറ്റാൻ തന്നെയല്ലേ അന്ന് നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ സമരം കൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ 36 ദിവസത്തെ സമരം കൊണ്ട് തന്നെയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും എടുത്തു മാറ്റാൻ സർക്കാർ നിർബന്ധിതമായത്. ഈ 5 നിബന്ധന എടുത്തു മാറ്റാൻ പറഞ്ഞതാണ് അന്ന് നിങ്ങൾ. ഞാനിരിക്കുന്ന വേദിയിലാണ് അത് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്താണ്? ഈ മുഴുവൻ നിബന്ധനകളും എടുത്തു മാറ്റണമെന്നാണ്. ഇപ്പൊ സമരത്തിന് ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വെറും പൊട്ടത്തരം പറയേണ്ട കാര്യമില്ല. ഇത് കേരള സമൂഹം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏത് തരത്തിലാണ് ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് എന്ന്. പിന്നെ എന്തിനാ CIT യൂണിയൻ നേതാവേ ഇങ്ങനെയൊക്കെ ഈ അപഖ്യാതി പറഞ്ഞ് സ്വയം തടി തപ്പുന്നത്? അവരോട് ചോദിച്ചതിന്റെ നിലപാട് പറ. നിങ്ങൾക്ക് ഈ ഇനിയും സമരം തുടർന്നുകൊണ്ട് പോകാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിച്ച് ഈ 36 ദിവസം വരെ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ. അതാണ് തൊഴിലാളി ധർമ്മം. അത് മനസ്സിലാക്ക്. ഞങ്ങൾ തൊഴിലാളികളാണെന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ അടുത്ത സമരഘട്ടത്തിലേക്ക് പോകാതെ ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവാക്കാൻ പറയണം. അതാണ് തൊഴിലാളി നേതാവ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ശരി, അത് തന്നെയാണ് കേരളീയ പൊതുസമൂഹവും ആലോചിക്കുന്നത്. ശ്രീ അനിൽ ബോസ്, അങ്ങയോട് നേരത്തെ അങ്ങേ വ്യക്തിപരമായി പറഞ്ഞല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ആശങ്ക പറഞ്ഞേ ഉള്ളൂ. അങ്ങ് വ്യക്തിപരമായി എടുത്തു, ഞാനും ആ നിലയിൽ തിരിച്ചു മറുപടി പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഈ തൊഴിലാളികൾക്ക് ഇനി ഏത് തരത്തിൽ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കും? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? കാരണം സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദീർഘകാലം നടന്ന സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും വലിയ സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. സ്ത്രീകളാണ്, സാധാരണക്കാരാണ്. അവർക്ക് ഇങ്ങനെ ദീർഘകാലം സമരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര പ്രായോഗികമായ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ സംഘടിതമായി ആ സമരത്തെ പൊളിക്കാനുള്ള ശ്രമമൊക്കെ വരുമ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിൽ ഇനി ഇടപെടാൻ കഴിയും? പ്രതിപക്ഷത്തിന്, ഭരണപക്ഷത്തിന്, സർക്കാരിന് എങ്ങനെ ഈ പ്രശ്നം അവസാനിക്കും? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമരം തുടങ്ങി 36 ദിവസം പിന്നിടുക. 7-ാം ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ മാനദണ്ഡം പിൻവലിക്കും എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CIT തൊഴിലാളി വർഗത്തിന്റെ ഭാഗമാണ്. ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് ആ മാനദണ്ഡം അന്നേ പിൻവലിക്കുന്നതിന് വേണ്ടി ഇടപെടണമായിരുന്നു. പിൻവലിച്ചില്ല. ഇപ്പോൾ അത് പിൻവലിക്കാൻ നിർബന്ധിതമായത് സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം നടക്കുകയും അത് മറ്റ് സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. ഓരോ സംഘടനകളും ഏറ്റെടുക്കാൻ പോവാണ്. ഇതിന്റെ അകത്ത് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലും UDF എന്നുള്ള നിലയിലും ഞങ്ങൾ ഈ സമരത്തിന് 100% പിന്തുണയാണ്. സർക്കാരാണ് ഇത് പരിഹരിക്കേണ്ടത്. സർക്കാർ ഇതുവരെ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു മര്യാദക്കുള്ള ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. ഇവരെന്തോ വേറെ ഉപഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളായിട്ടാണ് ഇവിടെ ആശാ വർക്കർമാരെ കാണുന്നത്. ആ നിലയിലല്ല കാണേണ്ടത്. അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എടുക്കാൻ കഴിയാത്തത്രയും ജോലി എടുത്തിട്ടും അർഹതപ്പെട്ട ആനുകൂല്യം ഇല്ലാഞ്ഞിട്ടും ഇത്രയും കാലം അവർ സഹിച്ചില്ലേ? ഇനിയെങ്കിലും അവരെ അവഗണിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്നതിനപ്പുറം
അവരെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനുള്ള ഔചിത്യം കാണിച്ചുകൊണ്ട് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ശരി, അതാണ് ഔചിത്യം. അത് കൃത്യമായ പോയിന്റാണ്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുന്ന സാമാന്യമായ യുക്തിയും സാമാന്യമായ നീതിയുമാണ് കേരളീയ സമൂഹം ആശമാരുടെ കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ആ സാമാന്യ യുക്തിയും സാമാന്യ നീതിയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ സമരപാരമ്പര്യമുള്ള CITU ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് പൊതുസമൂഹത്തിൽ വിമർശന വിധേയമാണ്. അതേസമയം CITU മറ്റൊരു ആംഗിളിൽ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. CITU ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തായാലും പൊതുസമൂഹം ഇക്കാര്യത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിൽ വലിയ തോതിൽ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. സമരം പൊളിക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾക്ക് എതിരെ ഉന്നയിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നന്ദി ശ്രീമതി PP പ്രേമ പ്രതികരിച്ചതിന്, ഒപ്പം ശ്രീമതി KP റോസമ്മ സമരപ്പന്തലിൽ നിന്ന് പ്രതികരിച്ചു, ഒപ്പം ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.